ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ 17-ാമത്തെ അധ്യായമായിട്ട് ശ്രദ്ധാത്രയ വിഭാഗ യോഗമാണ് നോക്കുന്നത്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആ ചെയ്യുന്ന ഓരോ ആളും ചെയ്യുന്ന അയാളുടെ അനുസരിച്ച് അയാളുടെ സ്വഭാവം തീരുമാനിക്കാം. അത് സാത്വികമാണോ, രാജസികമാണോ, താമസികമോ എന്നെല്ലാം നമുക്ക് അയാളുടെ ശ്രദ്ധയിൽ നിന്ന് മനസ്സിലാക്കാം. ആ കർമ്മം ചെയ്യുന്നതിനുള്ള അയാളുടെ ശ്രദ്ധ. അപ്പം അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. അർജുനൻ ഒന്നിന് ചോദിക്കുകയാണ്, ശാസ്ത്രവിധി പാലിക്കാതെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ശാസ്ത്രവിധിയുണ്ട്. ഇവിടെ തന്നെ ചില ശാസ്ത്രവിധികൾ പറഞ്ഞു കഴിഞ്ഞു. നിസ്വാർത്ഥമായിട്ട് ആ ശക്തിക്ക് വേണ്ടി കർമ്മം ചെയ്യണമെന്നല്ല. അല്ലാതെ തന്നെ ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ടാകും. ഒരു ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ അതിനൊരു പാചക വിധി ഉണ്ടാകും. അത് ചെയ്യേണ്ട ആ പാലിച്ച രീതിയിൽ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതറിയില്ല. അറിയാതെ ഒരു കർമ്മം എന്നാലും ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്കറിയില്ല, പക്ഷെ എന്നാലും ചെയ്തല്ലേ പറ്റും. പക്ഷെ അത് ശ്രദ്ധയോടുകൂടി ചെയ്യുക. നമുക്ക് ശാസ്ത്രവിധി പാലിക്കുന്നില്ല, പക്ഷെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നുണ്ട്. ശ്രദ്ധയുണ്ടായിരുന്നു എങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിക്കുകയാണ്. അത് സാത്വികമാണോ, രാജസികമാണോ, താമസികമോ എന്നെല്ലാം പറയാൻ വേണ്ടി പറയുക. അതിനൊന്ന് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഭഗവാൻ പറയുകയാണ്, രണ്ടിൽ മനുഷ്യരുടെ സ്വഭാവത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ശ്രദ്ധ. ഒരാളുടെ ശ്രദ്ധ എന്ന് പറയുന്നത് അയാളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ആ ശ്രദ്ധയെ തന്നെ സാത്വികമായിട്ടും രാജസികമായിട്ടും താമസികമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. അത് നോക്കിയിട്ട് നമുക്ക് ഇയാളുടെ സ്വഭാവത്തെ വിലയിരുത്താം. അത് അങ്ങനെ തരംതിരിക്കുകയാണ് ഒരാളുടെ സ്വഭാവം, അയാളുടെ ശ്രദ്ധ നോക്കിക്കൊണ്ട്. ആ ശ്രദ്ധ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്? സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. എൻ്റെ 3 പറയാണ്, എല്ലാവരുടെയും ശ്രദ്ധ അവരവരുടെ ശ്രദ്ധയെ ആശ്രയിച്ചിരിക്കും. ഓരോ ആൾക്കും അവരുടേതായ ശ്രദ്ധയുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ശ്രദ്ധയല്ല. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരേപോലെ ഒന്നല്ല. അത് അവരവരുടെ ശ്രദ്ധയെ ആശ്രയിച്ചാൽ ഓരോ ആൾക്കും അവരുടേതായ ഒരു ശ്രദ്ധയുണ്ട്. ഒരുവൻ്റെ ശ്രദ്ധ ഏത് വിധമാണോ, അപ്പോൾ ഒരാളുടെ ശ്രദ്ധ ഏത് തരത്തിലാണ് ഉള്ളതെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് അവൻ ആ തരത്തിലുള്ളവനായിത്തീരും. അതായത് രാജസികമാകാം, താമസികമാകാം, സാത്വികമോ ആകാം. എന്നിട്ട് 4 പറയുകയാണ്, സാത്വികമായെങ്കിൽ അവർ ദേവന്മാരെയും അതായത് സാത്വികന്മാരെ ദേവന്മാരുടെ ഒരു പ്രകൃതിയാണെന്ന് പറയാം. ദേവന്മാരെന്ന് പറയുമ്പോൾ എന്താണ്? നേരത്തെ ദേവന്മാരെ അസുരന്മാരെ എല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നിസ്വാർത്ഥ കർമ്മം, പ്രലോഭനങ്ങളിലൊന്നും വീഴാതെ, സ്വന്തം ആഗ്രഹങ്ങളൊന്നും ചിന്തിക്കാതെയുള്ള ആൾക്കാരാണ് ദേവന്മാരെന്ന് കഴിഞ്ഞതിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അവർ ദേവന്മാരുടെ സാത്വിക ദേവന്മാരെ പോലെയും രാജസന്മാർ രാക്ഷസന്മാരുടെയും രാക്ഷസന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. രാക്ഷസന്മാരായിട്ടെല്ലാം കഥയിലെല്ലാം ചിത്രീകരിച്ചിട്ടില്ല. അവരുടെ സ്വഭാവമായി ഇരിക്കും. അവരെയാണ് അനുകരിക്കുക. താമസികർ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും യജിക്കുന്നു. പ്രേതങ്ങളും ഭൂതഗണങ്ങളും എന്നെല്ലാം പറയുമ്പോൾ അത് മാനസികപരമായ ഒരു രോഗത്തിൻ്റെ അവസ്ഥയാണ്. ജ്യോതിഷപ്രകാരം ഈ വേദങ്ങൾ, ഭൂതഗണങ്ങൾ ഇതെല്ലാം പറയുന്നത്
ഒരു പ്രത്യേക നീചമായ സ്വഭാവവിശേഷങ്ങൾ അവർക്ക് ശാസ്ത്രത്തിലും താല്പര്യമില്ല. അതിനെപ്പറ്റി പിന്നീട് പറയുന്നുണ്ട്. ആ വിഭാഗത്തെ അവരെയാണ് യജിക്കുക എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അവരെ പിന്തുടരുന്ന വിഭാഗങ്ങളാണ്. അപ്പോൾ സാത്വികന്മാരെ ദേവന്മാരെ പിന്തുടരുന്നവരാണെങ്കിൽ രാജസന്മാരെ യക്ഷരാക്ഷസാദികളെ യജിക്കുന്നവരും താമസികരും പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും എല്ലാം യജിക്കുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും. ഇതിൻ്റെ 5 ആണ് പറയുന്നത്: ദമ്പ്, അഹങ്കാരം എന്നിവയോടെ അഹങ്കാരത്തോടുകൂടി കാമം, രാഗം, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, കാമങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ട് എന്നിവക്ക് അധീനനായി, അതായത് കാമത്തിനെല്ലാം അധീനനായി, ശാസ്ത്രത്തിൽ വിധിച്ചിട്ടില്ലാത്ത തരത്തിൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മളോട് പറഞ്ഞ ശാസ്ത്രങ്ങളാണ്, ചെയ്യേണ്ടത് ഇന്ന വഴിക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞ് തന്നിരിക്കുന്നത്. എങ്ങനെ? നിസ്വാർത്ഥ കർമ്മം, ആ ശക്തിക്ക് വേണ്ടി, എനിക്കെന്ന് വേണ്ടി അല്ല. ഇതെല്ലാം ശാസ്ത്രത്തിൽ വിധിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഘോര തപസ് അനുഷ്ഠിക്കുന്നത്. ആരെങ്കിലും അങ്ങനെ ഘോരമായ തപസ്സെന്ന കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ദ്രിയങ്ങളെയും എന്നെയും പീഡിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ്റെ ഉള്ളിലുള്ളതും ആ ശക്തി തന്നെയാണ്, കൃഷ്ണൻ തന്നെയാണ്, ബ്രഹ്മമാണ്. അപ്പോൾ അതിനെയും പീഡിപ്പിക്കുകയാണ്, അതിൻ്റെ ആത്മാവിനെയും പീഡിപ്പിക്കുകയാണ്, അവൻ്റെ ഇന്ദ്രിയങ്ങളെ, ശരീരത്തിനെ എല്ലാം പീഡിപ്പിക്കുകയാണ്. ഒരു തെറ്റായ ബോധമില്ലാതെ വരെയെല്ലാം പ്രവർത്തിച്ചാലും കൈക്കല് എന്തുണ്ടാവും? അവിടെയും കൂടിയും പോയാലും പോയിട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയും വാങ്ങിയും ചെയ്യും, ശരീരത്തിനെല്ലാം കേടും പറ്റും. അങ്ങനത്തെ സ്വഭാവമായിട്ട് നടന്നു കഴിഞ്ഞാൽ അപ്പോൾ ആരെ പീഡിപ്പിക്കുകയാണ്? അവനവനെ തന്നെയാണ് പീഡിപ്പിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ, അതായത് കൃഷ്ണനെ തന്നെയാണ് അവരെ പീഡിപ്പിക്കുന്നത്. അവർ അവിവേകികളാണ്, വിവരമില്ലാത്തവരാണ് അങ്ങനെ പെരുമാറുക. ആസുര നിശ്ചയം ചെയ്തവരാണ്, ആസുര സ്വഭാവം പിന്തുടരുന്നവരാണ്. എന്നിട്ട് 7 പറയുന്നു, ആഹാരം 3 വിധമുണ്ട്, പിന്നെ യജ്ഞം, തപസ്, ദാനം ഇതിനെപ്പറ്റിയെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന്, വിസ്തരിച്ച് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. എന്നിട്ട് ആഹാരത്തെപ്പറ്റി ആദ്യം പറയുന്നു. ആയുസ്സുണ്ടാക്കുന്ന, അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? ആയുസ്, നല്ല ദീർഘായുസ് കിട്ടുന്ന ഭക്ഷണം കഴിക്കണം. അതെന്തായാലും വേണ്ടിയില്ല. ഇന്നൊന്നും പറഞ്ഞിട്ടില്ല ഇന്ന് മറ്റേ വെണ്ടക്ക് തിന്നണമെന്നോ ആപ്പിൾ തിന്നണമെന്നോ, ഇതൊന്നും അവിടെ വരുന്നില്ല. ആയുസ്സുണ്ടാക്കുന്നതാണ് ആകണം. മനഃശക്തി, മനസ്സിന്, ശരീരത്തിന് ബലം വേണം, മനസ്സിന് ശക്തി നൽകണം, ആരോഗ്യം ഉണ്ടാകണം. എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ആ ഗുണങ്ങളാണ് ഇവിടെ പറയുന്നത്. ആയുസ്, ദീർഘായുസാണ് പ്രധാനം. ചിലതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തട്ടിപ്പോവും, രോഗമെല്ലാം പിടിപെട്ടിട്ട്, കാരണമെല്ലാം വീക്കായിട്ട്. അപ്പോൾ ആയുസ് തരിക, മനഃശക്തി, മനസ്സിന് ശക്തി തരുന്ന ഭക്ഷണങ്ങളുണ്ട്, ശരീരത്തിന് ബലം തരുന്ന ഭക്ഷണങ്ങളുണ്ട്, ആരോഗ്യം നിലനിർത്തുന്ന ഭക്ഷണങ്ങളുണ്ട്, സുഖം നൽകുന്ന ഭക്ഷണം. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തോന്നണം, പ്രീതി ഉണ്ടാക്കുന്ന, അത് ഭക്ഷണത്തിനനുസരിച്ചാണ് ഒരാളുടെ പെരുമാറ്റം കുറേയും ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്നിവ വർദ്ധിപ്പിക്കുന്ന രുചികരമായി, രുചിയുള്ള ഭക്ഷണം തന്നെ കഴിക്കണം. അല്ലാതെ രുചി, നല്ല രുചി വായിക്കുന്നുണ്ടെങ്കിൽ ശരീരം അത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ശരീരം ഛർദ്ദിക്കാനല്ല ശ്രദ്ധിക്കും. ഇപ്പം രുചികരമായ, എണ്ണമയമുള്ള, നമ്മൾ ഈ എണ്ണമയമുള്ള ഭക്ഷണം കഴിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ പക്ഷെ അങ്ങനെയല്ല. എണ്ണ ഇപ്പോൾ എത്രമാത്രം കുറക്കാൻ പറ്റൂ, അതെല്ലാം നമ്മളുടെ ശ്രദ്ധ. പക്ഷെ ഇവിടെ പറയുന്നത് എണ്ണമയമുള്ള ഭക്ഷണം തന്നെ കഴിക്കണം. പിന്നെ ഇഷ്ടപ്പെടുന്നതുമായ, നമുക്ക് ഇഷ്ടം തോന്നണം. ഈ ഗുണമെല്ലാം ഉണ്ടെന്ന് വെച്ചിട്ട് വല്ലതും വായിക്ക് പിടിക്കാത്തതെല്ലാം വലിച്ചു കയറ്റിയാൽ ശരീരം അതിനനുസരിച്ച് പ്രതികരിക്കും. നമ്മളറിയില്ല, ശരീരത്തിനും നമ്മൾ ഇഷ്ടമില്ലാത്ത ഒന്ന്
ഭക്ഷണം വാരി വലിച്ചു കഴിഞ്ഞാൽ അതൊന്നും വലിയ ഗുണമൊന്നും ശരീരത്തിന് പിടിക്കാൻ പോകുന്നില്ല. മനസ്സ് നോക്കി മനസ്സിൽ ഇഷ്ടപ്പെടുന്നത് ആ കഴിച്ചാൽ ശരീരത്തിന് പിടിക്കും. ഇത്തരം ആഹാരമാണ് സാത്വികമായ ആഹാരം എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് 9 എരിവ് കൂടുതൽ, പുളി കൂടുതൽ, ഉപ്പ് കൂടുതൽ, ചൂട് നല്ല ചൂട് വേണം, വരണ്ടതായിരിക്കണം, നല്ല ഫ്രൈ മാതിരി ആയിരിക്കണം, ദാഹമുണ്ടാകുന്ന ആഹാരം. ഇതെല്ലാം രാജസികൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറയുകയാണ്. അതായത് ശൈലികൾ രാജസികൾ എന്നാണ് എന്തിനും ഇറങ്ങിത്തിരിപ്പിച്ച് അങ്ങ് ഇറങ്ങിത്തിരിച്ച് ചാടി പുറപ്പെട്ട് എല്ലാം കർമ്മം ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് വരികയാണ്. അവർക്കെല്ലാം ഇങ്ങനത്തെ ഭക്ഷണങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ ദുഃഖവും ശോകവും രോഗവും ഇവ ഉണ്ടാക്കുമെന്ന് പറയുകയാണ്. ഇതെല്ലാം അധികം കഴിക്കുന്നത് ദുഃഖം ഉണ്ടാക്കും. രാജസികൾക്ക് എന്തായാലും ദുഃഖം തന്നെയായിരിക്കും. കാരണം എന്തിനും തിരിക്കുമ്പോൾ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ദുഃഖം തന്നെയാണ്. ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. ചെയ്താലും വേറൊരു ആഗ്രഹം ഉണ്ടാകും, അതിൻ്റെ പിന്നാലെ പോകും. രോഗം ഉണ്ടാക്കും. ഇതെല്ലാം അധികം കഴിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാലോ, ഉപ്പെല്ലാം പുളിയും ഉപ്പുമെല്ലാം മോശം തന്നെയാണെന്നാണ് പറയുന്നത് ആയുർവേദത്തിൽ. ഇനി 10 ഉണ്ടാക്കിയ ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് 1 യാമം കഴിഞ്ഞിട്ട് കഴിക്കുന്നത്. എന്തുണ്ടാക്കിയാലും ചൂടോടെ കഴിക്കണം. ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ. അപ്പോൾ 3 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. സ്വാദ് പോയത് അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ദോഷമാണ്. ഉണ്ടാക്കിയിട്ട് ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഗുണം കുറയുന്നുണ്ട്. പിന്നെ സ്വാദൊന്നും ഇല്ലാതെ കഴിക്കുക, ദുർഗന്ധമുള്ളത്, നമുക്ക് മണം പിടിക്കില്ല. അതിൽ ചിലപ്പോൾ നല്ല കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. മണം മൂക്കിന് പിടിക്കാതെ ആണെങ്കിൽ ശരീരം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. നമ്മളത് അറിയുന്നില്ല. ഒരു രാത്രി കഴിഞ്ഞു പോയാൽ പിന്നെ അശുദ്ധമായത്, ഈ ആഹാരമെല്ലാം ആരുടേതാണ്? താമസികമായവരുടേതാണ്. അപ്പം ഇത്തരം ഭക്ഷണങ്ങളെല്ലാം അവരാണ് ഇഷ്ടപ്പെടുന്നത്. താമസികരായവരാണ് ഇത്തരം ഭക്ഷണങ്ങളിൽ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണം നോക്കിയിട്ട് തന്നെ നമുക്ക് ഒരാളുടെ ആ ശ്രദ്ധ എങ്ങനെയാണ് പോകാൻ പോകുന്നതെന്നല്ല മനസ്സിലാക്കാം. അവരുടെ ഓരോന്നിലും കാണിക്കുന്ന ശ്രദ്ധ. ഇനി 11 ഫലം ഇച്ഛിക്കാതെ ശാസ്ത്രവിധി പ്രകാരം കർമ്മം ചെയ്യുക എന്ന് മനസ്സിൽ ചിന്തിച്ച് യജ്ഞം ചെയ്യുന്നത് സാത്വികമാണ്. അത് നമ്മൾ നേരത്തെ കണ്ടു തന്നെയാണ്. ഫലവും ഇച്ഛിക്കരുത്. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കർമ്മം ചെയ്യണം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ശാസ്ത്രമാണെങ്കിൽ എല്ലാം ആ ശക്തിക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല. നിസ്വാർത്ഥ സേവനം. കർമ്മം ചെയ്യുന്നത് എന്നത് മനസ്സിൽ ചിന്തിച്ച് യജ്ഞം ചെയ്യുക. അത് ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക ശാസ്ത്രവിധി പ്രകാരം. അത് സയൻസായാലും ചെയ്യുന്ന കർമ്മങ്ങൾ ശാസ്ത്രീയമായി ചെയ്യുക. അതുതന്നെ ഇവിടെ പറയുന്ന ശാസ്ത്രതത്വം എന്ന് പറയുമ്പോൾ നിസ്വാർത്ഥ കർമ്മം, നമുക്ക് വേണ്ടിയല്ല എന്നുള്ള നിലയിൽ, ആ ശക്തിക്ക് വേണ്ടി എന്ന നിലയിൽ കർമ്മം ചെയ്യുക. ഈ യജ്ഞം സാത്വിക ഗുണമാണ്. 2 ഫലം ഇച്ഛിച്ച് ഡമ്പോടെ ചെയ്യുന്നത് രാജസികമാണ്. അത് നമുക്കല്ല, ഫലം ഇച്ഛിച്ചിട്ടെല്ലാം ചെയ്യുന്നത് അത്തരത്തിലാണ് ചാടിപ്പിടിച്ചിട്ടുള്ള എല്ലാവരും ചെയ്യുക. 3 ശാസ്ത്രവിധി അനുസരിക്കാതെ വായിക്ക് തോന്നുന്ന മതി. പിന്നെ എന്തുണ്ട്? ദക്ഷിണയൊന്നും കൊടുക്കാതെ. നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഫലം എന്ത് വേണം? അതിന് കൊടുക്കേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുകയും വേണം. ഒരു യജ്ഞം ചെയ്യുമ്പോൾ ദാനം ചെയ്യുക. നമ്മൾ ദാനം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും കൊടുക്കാനുള്ള ഒരു മനസ്ഥിതിയോടുകൂടി എല്ലാം കർമ്മം ചെയ്യണം. ദാനം കൊടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണമെന്നാണ് ഇവിടെ. ദാനം കൊടുക്കുന്ന ഒരാൾക്ക് ദാനം കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആ മനസ്ഥിതി അയാളുണ്ടാകും. അല്ലെങ്കിൽ സ്വാർത്ഥമതികളായിരിക്കും. സ്വാർത്ഥമതികൾ ധാരാളം ചെയ്യില്ല.
അപ്പം ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവൻ്റെ മനസ്ഥിതി ഏത് തരത്തിലാണ്. അപ്പം ദാനം ചെയ്യാത്ത ആളാണെങ്കിൽ എന്ത് കർമ്മം ചെയ്താലും സ്വാർത്ഥികളാണ്. അപ്പോൾ ഏതിലാണ് വരുക? താമസികമായിട്ട് വരും. മന്ത്രരഹിതമായി, മന്ത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, വേദത്തിലുള്ള സയൻസിൻ്റെ അടിസ്ഥാനം. അപ്പം നേരത്തെ പറഞ്ഞ ആ സയൻസിയുടെ ശാസ്ത്രവിധി എന്നത് അവിടെ നിസ്വാർത്ഥ കർമ്മമാണ്. ഇവിടെ മന്ത്രരഹിതമായ എന്ന് പറഞ്ഞാൽ ഒരു ശാസ്ത്രീയമായി ചെയ്യാതെ, ഇപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്നതിനൊരു രീതിയെല്ലാം ഉണ്ട്. ചായ ഉണ്ടാക്കുമ്പോൾ വെള്ളം തിളച്ചിട്ടാണ് സാധാരണ പൊടിയിടുക, അല്ല തോന്നുന്ന മാതിരി ആ വെള്ളം വെച്ച് അതിനകത്ത് ഇതെല്ലാം ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന യജ്ഞം താമസികമാണ്, താമസികൻ്റേതാണ്. ഇനി 14 ദേവന്മാർ, ബ്രാഹ്മണർ, ഗുരുക്കന്മാർ, ജ്ഞാനികൾ എന്നിവരെ പൂജിക്കുക. അതായത് വിദ്വാൻമാരെ, ദേവന്മാർ എന്നെല്ലാം പറയുമ്പം നല്ല ആൾക്കാർ, ആ അർത്ഥത്തിലെടുത്താൽ മതി. എല്ലാം ധർമ്മിഷ്ഠരായി ധർമ്മത്തിന് വേണ്ടി, ലോകനന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവരാണ് ദേവന്മാരായിട്ട് എടുക്കേണ്ടത്. ലോകനന്മയ്ക്ക് വേണ്ടി, നമുക്കല്ലാതെ ലോകനന്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നവർ. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി ബ്രഹ്മത്തെ മനസ്സിലാക്കി ബ്രഹ്മത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ബ്രഹ്മസത്യം മനസ്സിലാക്കിയവരാണ് ബ്രാഹ്മണർ. അങ്ങനെ ഒരു ബ്രഹ്മമുണ്ട്. ആ ബ്രഹ്മത്തിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അതിന് കർമ്മം ചെയ്ത് കൊടുക്കാൻ. ഇതെല്ലാം മനസ്സിലാക്കിയവരാണ് ബ്രാഹ്മണർ. ബ്രാഹ്മണർ എന്ന് വെറുതെ പറഞ്ഞു കിടന്നുകൊണ്ട് ബ്രാഹ്മണനാവില്ല. ബ്രാഹ്മണനാണ്ടിക്ക് ബ്രഹ്മത്തെ മനസ്സിലാക്കണം, ഈ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കിയവർ. അപ്പം ദേവന്മാർക്ക് സമാനമായവർ, ബ്രഹ്മരഹസ്യം മനസ്സിലാക്കിയവർ. ആ ഗണത്തിൽപ്പെടുന്നത് തന്നെയാണ് ഗുരുക്കന്മാർ, നമ്മളെ പഠിപ്പിക്കുന്നവർ. ജ്ഞാനികളായവർ, നല്ല ബുദ്ധിയുള്ള ജ്ഞാനം തികഞ്ഞവർ എന്നിവരെ പൂജിക്കുക. എപ്പോഴും ശുചിത്വത്തോടുകൂടി, ശരീരം മനസ്സും എല്ലാം ശുചിത്വമായിരിക്കുക. ആർജവവും ബ്രഹ്മചര്യം, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പഠിക്കുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലഘട്ടത്തിനാണ്. എല്ലാവർക്കും ആദ്യം ബ്രഹ്മചര്യമാണ്, പഠിക്കുന്ന കാലഘട്ടമാണ്, കുട്ടികളിൽ. എന്നാൽ ബ്രഹ്മചര്യം, ഇവിടെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ജ്ഞാനം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അഹിംസ, ഇവയാണ് ശാരീരികമായ തപസ്. അപ്പം ശാരീരികമായ തപസ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിഷ്ഠ ചെലുത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യുക. ഇത്തരം വിഷയങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് അതിൽ നിഷ്ഠ വരുത്തിക്കൊണ്ട് ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് ശാരീരികമായ തപസ് എന്ന് പറയുന്നത്. ഇനി 15 പറയുന്നത് ക്ലേശം ജനിപ്പിക്കാതെ. ക്ലേശം തന്നെ ബുദ്ധിമുട്ടുകളൊന്നും മറ്റുള്ളവർക്ക്, കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള, എന്നാൽ സത്യമായ വാക്ക് പറയുന്നത്. എപ്പോഴും സത്യം പറയുക, കളവ് പറയാതിരിക്കുക. പ്രിയകരവും, ആര് കേട്ട് കഴിഞ്ഞാലും അവർക്കെന്ത് തോന്നണം? ഇഷ്ടപ്പെടണം. പിന്നെയോ ഹിതകരവുമായ വാക്കുകൾ, ശാസ്ത്ര പാരായണവുമാണ്. അതേപോലെ തന്നെ ശാസ്ത്രങ്ങൾ പാരായണം ചെയ്യുന്നതെല്ലാണ് വാചികമായ തപസ്. അപ്പം വാക്കുകളെ കൊണ്ട്, ശരീരത്തെ കൊണ്ടുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. വാക്കും ഇത്തരത്തിലാകണം. അതാണ് ഇനി 16 മനസ്സിൻ്റെ പ്രസന്നത. മനസ്സെങ്ങനെയായിരിക്കണം? പ്രസന്നമായിരിക്കണം. സൗമ്യത, മൗനം, അതായത് അനാവശ്യമായ സംസാരങ്ങളൊന്നും, ആവശ്യത്തിന് മാത്രം പറയുക, ബാക്കിയുള്ള സമയം മൗനമായിരിക്കുക. ആത്മസംയമനം, നമ്മൾ തന്നെ സ്വയം എല്ലാ കാര്യങ്ങളിലും ഒരു സംയമനം പാലിക്കുക. സ്വഭാവശുദ്ധി, നമ്മുടെ സ്വഭാവമെല്ലാം ശുദ്ധമായി വെക്കുക. ഇതാണ് മാനസികമായ തപസ്. അപ്പം മനസ്സിലൂടെ നമ്മൾ നേടാൻ ശ്രമിക്കേണ്ടത് ഈ ഒരവസ്ഥയാണ്. തപസ് എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നം, മനസ്സെല്ലാം ശുദ്ധമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നം ഉണ്ടാക്കിയെടുക്കണം. അതാണ് മാനസികമായ തപസ്. മാനസികമായ തപസ്സിലൂടെ മനസ്സിൽ പ്രസന്നത ഉണ്ടാക്കിയെടുക്കുക,
സൗമ്യത ഉണ്ടാക്കുക, അനാവശ്യമായി സംസാരിക്കാതെ മൗനം പാലിക്കുക, ആത്മസംയമനം, സ്വഭാവശുദ്ധി, ഇതെല്ലാം മനസ്സിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് മാനസികമായ തപസ്. ഇനി 17 പരമമായ ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടുകൂടി ഫലം പ്രതീക്ഷിക്കാതെ നിഷ്ഠയോടെ ചെയ്യുന്ന 3 വിധത്തിലുള്ള തപസ് സാത്വികമാണ്. ഇങ്ങനെ 3 തരത്തിൽ നേരത്തെ പറഞ്ഞതിന് എങ്ങനെ ചെയ്യണം? പരമമായ ശ്രദ്ധയോടുകൂടിയും ഫലം പ്രതീക്ഷിക്കാതെയും, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ ഫലം പ്രയോഗിക്കാതെ, ഇങ്ങനെ അത് മാനസികമായാലും ശാരീരികമായാലും എങ്ങനെയുള്ള കർമ്മങ്ങളായാലും ഈ 3 വിധത്തിലുള്ള തപസ് സാത്വികമാണ്. ഈ 3 തരത്തിലും നമുക്ക് സാത്വികമായ തപസ് അനുഷ്ഠിക്കാം. ഇനി 18 സത്കാരം, അന്തസ്സ്, ബഹുമതി എന്നിവയ്ക്ക് വേണ്ടി ദമ്പോടെ ചെയ്യുന്നതും ചഞ്ചലവും അസ്ഥിരവുമായ തപസ് രാജസികമാണ്. അപ്പം സത്കാരത്തിന്, അന്തസ്സ് നിലനിർത്താൻ, ബഹുമതിക്കെല്ലാം വേണ്ടി എന്നിവയ്ക്ക് വേണ്ടി, ബഹുമതിയെല്ലാം കിട്ടാൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തുണ്ടാവും? ഡംബു എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഈ സ്വഭാവങ്ങളെല്ലാം വരുമ്പോൾ ഡംബു അതിൻ്റെ കൂട്ടത്തിൽ ഡമ്പോടെയാണ് ചെയ്യുക. എങ്ങനെയായിട്ട് ചഞ്ചല മനസ്സോടെ, അസ്ഥിരമായ മനസ്സോടെ ചെയ്യുന്ന തപസ് എന്താണ്? രാജസികമാണ്. ഇനി 19 അബദ്ധധാരണകളോടുകൂടി, ഒരു ശരിയായ ധാരണയൊന്നും ഇല്ലാതെ ചെയ്യപ്പെടുന്നതും സ്വയം പീഡ അനുഭവിച്ച് ചെയ്യുക, നമ്മളെ തന്നെ പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുക, അന്യനെ നശിപ്പിക്കാനായി ചെയ്യുന്ന തപസ്, സ്വന്തം പീഡ അനുഭവിച്ചുകൊണ്ട് സ്വയം ശരീരത്തെയെല്ലാം മനസ്സിനെയെല്ലാം പീഡിപ്പിച്ചുകൊണ്ട് അന്യനെ നശിപ്പിക്കുവാനായി ചെയ്യുന്ന തപസ് താപസികമാണ്. അപ്പം ചിലവർക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ, അന്യനോടുള്ള ദേഷ്യം പിടിപ്പിച്ചു കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുന്നല്ല, അവൻ്റെ ശരീരത്തിനും അവൻ്റെ മനസ്സിനും തന്നെയാണ് പീഡനം ഉണ്ടാക്കുന്നത്. അവൻ തന്നെ പീഡിതനായിരിക്കും. എന്നിട്ട് അവനെന്ത് വേണം? മറ്റുള്ളവരെ, അന്യരെ നശിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ ഇറങ്ങി നടക്കുകയും, അത് താമസികമാണ്. ഇനി 20 നൽകേണ്ടതാണെന്ന ബോധ്യത്തോടെ പ്രത്യുപകാരം ചെയ്യാൻ ശക്തിയില്ലാത്തവർക്ക്, നൽകേണ്ടതാണെന്ന ബോധ്യത്തോടെ, അപ്പം നമ്മളൊരു ദാനം ചെയ്യുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നൽകേണ്ടതാണ്, അത് അവന് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യുപകാരം ചെയ്യാൻ കഴിവില്ലാത്തവന് ആർക്കാണ് കൊടുക്കേണ്ടത്? അവശരായവർ. അവർക്ക് നമുക്ക് തിരിച്ചൊന്നും തരാൻ പറ്റില്ല, അവർക്ക് വേണം കൊടുക്കാൻ. പ്രത്യുപകാരമൊന്നും അവർക്ക് ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് വേണം കൊടുക്കാൻ. എന്നിട്ടോ പ്രത്യുപകാരം ചെയ്യാൻ ശക്തിയില്ലാത്തവർക്ക് യോഗ്യതയും ഉചിതമായ സ്ഥലവും സമയവും നോക്കി കൊടുക്കുന്നതും അവൻ്റെ യോഗ്യത അനുസരിച്ച് കൊടുക്കണം. ഉചിതമായ സ്ഥലത്ത് വെച്ച് കൊടുക്കണം. ഉചിതമായ സമയത്ത്, ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ചെയ്യേണ്ട സ്ഥലത്ത് വെച്ച് അവനത് കൊടുക്കേണ്ട ആ ഘട്ടത്തിലാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്. അങ്ങനെ ദാനം ചെയ്താൽ അത് സാത്വികമാണ്. എന്നാൽ 21 പറയുന്നു, പ്രത്യുപകാരം പ്രതീക്ഷിച്ച്, ഒന്നിക്ക പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഫലം ഉദ്ദേശിച്ചു, എന്തെങ്കിലും ഫലം പ്രതീക്ഷിച്ചിട്ട് നമ്മളതിൻ്റെ അത് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഫലം കിട്ടാൻ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈമനസ്യത്തോടു കൂടി കൊടുക്കണമല്ലോ, എന്ത് ചെയ്യാം
എല്ലാവരും കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കും. അങ്ങനെ ഒരു വൈമനസ്യത്തോടെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഉണ്ണിക്ക് പ്രത്യേക ഭാരം പ്രതീക്ഷിച്ചു. ഇനി ആയതുകൊണ്ട് അതിന് ഉദ്ദേശമുണ്ട്, ഫലമുദ്ദേശിച്ച്. അല്ലെങ്കിൽ വൈമനസ്യത്തോടെ ചില സമയത്തെല്ലാം കൊടുക്കാതിരിക്കാൻ പറ്റില്ല. വൈമനസ്യത്തോടെയോ കൊടുക്കുന്നത് രാജസീയമാണ്. ഇനി 22, യോഗ്യതയില്ലാതെ ഒരു കൊടുക്കാൻ അവന് കൊടുക്കാൻ അർഹതയൊന്നുമില്ല. യോഗ്യതയില്ലാത്തവന് അനുചിതമായ കാലദേശങ്ങളിൽ ചെയ്യേണ്ട സ്ഥലത്ത് വെച്ചൊന്നുമല്ല ചെയ്യുക. വേറെ എവിടെയെങ്കിലും വെച്ച് ആളെ കാണാൻ വേണ്ടിയിട്ട്, ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അനുചിത ദേശ കാലത്തിനനുസരിച്ച് ബഹുമാനം കൂടാതെ, അവനോടുള്ള ബഹുമാനത്തോട് ഒരു പുച്ഛത്തോടു കൂടി കൊടുക്കുക. എന്നാ നീ പോയി നന്നാകും, ഇങ്ങനെ കൊടുക്കുക. ബഹുമാനം കൂടാതെ അവജ്ഞയോടെ ചെയ്യുന്നതാണ് താമസികമായ ദാനം. ഇതെല്ലാം പല രൂപത്തിൽ അധികം വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 23 ഓം തത് സത് എന്നീ 3 ബ്രഹ്മത്തിൻ്റെ 3 നിർദ്ദേശങ്ങളാൽ ബ്രാഹ്മണരും വേദവും യജ്ഞവും ആദിയിൽ കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ ഓം തത് സത് എന്നീ 3 മന്ത്രങ്ങളിലൂടെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ആര് എന്ന് ബുദ്ധിമാന്മാരും വേദങ്ങളും യജ്ഞങ്ങളും ചെയ്യുന്നവരും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണമെന്ന് ആദിയിൽ കൽപ്പിക്കപ്പെട്ടു. അപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓം തത്ത് സത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. മഹാന്മാർ ചെയ്യുന്നവർ, പണ്ഡിതർ ചെയ്യുമ്പോഴെല്ലാം ഈ തരത്തിൽ വേണം ചെയ്യാൻ. എന്നിട്ട് 24 പറയുന്നു, അതിനാൽ ബ്രഹ്മവാദികൾ എന്ന് പറഞ്ഞാൽ വേദജ്ഞാനം എല്ലാം വേദങ്ങൾ മനസ്സിലാക്കി ജ്ഞാനമുള്ളവർ, അതാരുമാകാം, ബ്രാഹ്മണരുമാകാം, വേദജ്ഞാനമുള്ളവരെ ഓം എന്ന ശാസ്ത്രവിധി പ്രകാരം യജ്ഞം, ദാനം, തപസ് എന്നീ ക്രിയകൾ നടത്തുന്നു എന്ന് പറയുകയാണ്. ഓം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. അതെന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഓം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ ആ രഹസ്യമാണ് ആദിയിലുള്ള ബ്രഹ്മമന്ത്രം. അപ്പോൾ ഓം എന്നത് തുടക്കമാണ്. അപ്പം എല്ലാ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ആ ഓം എന്ന ഒരു ചിന്താഗതിയോടുകൂടി ചെയ്യണം ബുദ്ധിമാന്മാർ. ഓം എന്ന് പറഞ്ഞാൽ ആദിമ മന്ത്രമാണ്. നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ഓം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുക. അതായത് നമ്മൾ പുതിയൊരു കർമ്മത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്, ഇതിൽ നിന്നാണ് ഇനി പലതും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ധാരണയോടുകൂടി വേദങ്ങളെല്ലാം പഠിച്ച ജ്ഞാനികളായ അങ്ങനെ ബ്രഹ്മവാദികൾ, ബ്രഹ്മത്തിൽ വിശ്വസിക്കുന്നവർ, ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാ കർമ്മങ്ങളും പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എന്നിലൂടെയാണ് ഈ കർമ്മത്തിൻ്റെ ഫലം ഇനി ലോകം അനുഭവിക്കാൻ പോകുന്നത്. അപ്പം ഞാനൊരു കർമ്മം ചെയ്യാൻ അത് ലോക നന്മക്കായിട്ട് വേണ്ടിയാണ്. ബ്രഹ്മം എന്തിനാണോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അത് ഓങ്കാരത്തിലൂടെയാണ് ആരംഭിച്ചത്. ഞാനും ആ ഓങ്കാരത്തിലൂടെ കർമ്മം ചെയ്യാൻ പോവുകയാണ്. 25 മോക്ഷാത്രികൾ, മോക്ഷം ആഗ്രഹിച്ചു പോകുന്നവർ, ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുന്നവർ അത് എന്നുച്ചരിച്ച് ഫലകാംക്ഷയില്ലാതെ ദാനം, തപസ്, യമം എന്നിവ ക്രിയകൾ ചെയ്തുകൊണ്ട് പോകണം. അവിടെ തത്ത് എന്ന് പറയുമ്പോൾ അതിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. അയാളുടെ ലക്ഷ്യം എന്താണ്? അതിലെത്തിച്ചേരുക. ഏതിൽ? ആ ബ്രഹ്മത്തിൽ. ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ തത് എന്ന് പറഞ്ഞുകൊണ്ട് പോവുക. അതിലേക്കാണ് എൻ്റെ ലക്ഷ്യം, അവിടെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. അപ്പോൾ ആ തരത്തിൽ വേണം ദാനവും യജ്ഞം ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട യജ്ഞവും ദാനവും തപസ്സും എല്ലാം ആ നിലയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് പോകണം. ഇനി 26
ഉള്ളത് അഥവാ നല്ലത് എന്ന അർത്ഥമാണ് സത്തിനുള്ളത്. ഉള്ളതാണ് അല്ലെ നല്ലതാണ് എന്ന പദം പ്രയോഗിക്കും. അപ്പം ശ്രേഷ്ഠമായ കർമ്മം ഉദ്ദേശിച്ച് സത്ത് എന്ന ശബ്ദം ഉപയോഗിക്കണം. അപ്പം നമ്മളെന്തെങ്കിലും നല്ലൊരു കർമ്മം, അത് ഭൗതികമായിട്ടാണ് വരുന്നത്. ഈ പ്രപഞ്ചത്തിൽ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് കർമ്മം ചെയ്യണം. അങ്ങനെ വരുമ്പോൾ സത്ത് എന്ന നിലയിൽ പറഞ്ഞുകൊണ്ട് തുടങ്ങണം. അപ്പം ഇത് മൂന്ന് തരത്തിലാണ്. ഒന്ന്, ഓം ബ്രഹ്മത്തിനായിക്കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. രണ്ടാമത്തെ, ഞാൻ ആ ബ്രഹ്മ സാക്ഷാത്കാരത്തിലേക്ക് പോവുകയാണ്. ഇത് ഞാൻ എൻ്റെ ധർമ്മമായ പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. അത് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ശ്രേഷ്ഠ കർമ്മമാണ് എന്നല്ല അർത്ഥത്തിൽ വരത്തക്കോണം. ഞാനൊരു ശ്രേഷ്ഠമായ കർമ്മം ലോക നന്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് നല്ലത് അല്ലേ ഉള്ളത്. അപ്പം സത്ത് എന്ന വാക്ക് അതെല്ലാം അത്തരം കർമ്മങ്ങൾക്ക് ഉപയോഗിക്കണം. ഇനി 27 യജ്ഞം, ദാനം, തപസ് എന്നിവയിലുള്ള നിഷ്ഠയും സത്താണ്. ഒരു കർമ്മം യജ്ഞം ചെയ്യുമ്പോൾ എന്നിട്ട് കിട്ടുന്ന യജ്ഞത്തിൽ നിന്നും കിട്ടുന്ന ഫലമെല്ലാം നമ്മൾ എന്ത് ചെയ്യാനും ബാധ്യസ്ഥനാണ്, ദാനം ചെയ്യാനും ബാധ്യസ്ഥനാണ്. ഇതെന്തോണം, തപസ് നിഷ്ഠയോടുകൂടി. തപസ് നേരത്തെ പറഞ്ഞല്ല, പലതരം 3 തരം മനസ്സുകൊണ്ട് ശരീരം കൊണ്ടും എല്ലാം അതിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. 3 തരത്തിലുള്ളത് പറഞ്ഞു. അത്തരം കർമ്മങ്ങൾ സത്ത് എന്ന് അറിയപ്പെടുന്നു. ബ്രഹ്മത്തെ ഉദ്ദേശിച്ച കർമ്മവും സത്ത് തന്നെയെന്ന് അറിയണം. ഇനി അഥവാ ബ്രഹ്മത്തെ ഉദ്ദേശിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും സത്ത് എന്ന് പറയണം. അപ്പോൾ ഓം എന്ന് പറയുന്നത് ശാസ്ത്രവിധി അനുസരിച്ച് വേദങ്ങളെല്ലാം പഠിച്ച് ജ്ഞാനത്തോടുകൂടി ചെയ്യുന്നതാണെങ്കിൽ, തത്ത് എന്നത് എല്ലാം വിട്ടിട്ട് ബ്രഹ്മത്തിലേക്ക് പോകുന്ന തരത്തിലുള്ളത്, അതിലേക്ക് ചേരാൻ വേണ്ടിയുള്ളത്. ബാക്കിയുള്ള നല്ല ശ്രേഷ്ഠമായ കർമ്മങ്ങളെല്ലാം നമ്മൾ സത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അത് ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ശുദ്ധമായ നിലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നിഷ്കാമ കർമ്മം എല്ലാം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രഹ്മത്തിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അതിന് ബ്രഹ്മം എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. സത്ത് എന്ന് പറയുന്നത് ബ്രഹ്മത്തെ ഉദ്ദേശിച്ചുള്ള കർമ്മവും സത്തെന്ന് അറിയപ്പെടും. ഇനി 28 എന്ത് പറയുന്നത്, അശ്രദ്ധയോടെ ചെയ്യുകയും യജ്ഞവും ദാനവും തപസ്സും അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന എന്ത് യജ്ഞവും ദാനമായാലും തപസ്സായാലും അതിനെ അസത്ത് എന്ന് പറയുന്നു. ഒന്നും ശ്രദ്ധയില്ലാതെ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും അത് അസത്താണ്. അപ്പോൾ ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം. നേരത്തെ തന്നെ ശ്രദ്ധേനെ പറ്റിയാണ് പറയുന്നത്. എന്നു വേണ്ട, അശ്രദ്ധയോടെ ചെയ്യുന്ന എല്ലാ കർമ്മവും അസത്ത് തന്നെയാണ്. ഏത് കർമ്മമായാലും. നേരത്തെ യജ്ഞം, ദാനം, തപസ് എന്ന് പറഞ്ഞു. യജ്ഞവും ദാനവും തപസ്സും ഒന്നിച്ചു പോകേണ്ടതാണ്. യജ്ഞം, അതിൽ നിന്ന് കിട്ടുന്ന ഫലം ദാനം ചെയ്യണം. യജ്ഞത്തിലല്ലെങ്കിൽ യജ്ഞം ചെയ്യുമ്പോൾ തന്നെ ദാനം ചെയ്യണം. അതായത് യജ്ഞം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ദാനം ചെയ്യുകയാണ്. ലോകത്തിന് വേണ്ടി, ലോകപുരോഗതിക്ക് വേണ്ടി നമ്മളെ മനസ്സും ബുദ്ധിയും എല്ലാം ദാനം ചെയ്യുകയാണ്. അപ്പം യജ്ഞവും ദാനവും ഒന്നിച്ചേ പോകുള്ളൂ. ഏത് കർമ്മത്തിൽ നമ്മൾ നിസ്വാർത്ഥ കർമ്മമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യജ്ഞം ചെയ്യുന്നത് തന്നെ അതിൽ നിന്നുള്ള ഫലവും നമ്മളെ മനസ്സും ശരീരവും എല്ലാം അതിനുവേണ്ടി ദാനം ചെയ്യുകയാണ്, ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം അത് ദാനം തന്നെയാണ്. അതുകൊണ്ടാണ് യജ്ഞവും ദാനവും തപസ് എന്നത് നമ്മുടെ ഈ 3 ശരീരത്തെയും മനസ്സിനെയും പിന്നെ എല്ലാം വാചകങ്ങളെ, നമ്മൾ സംസാരിക്കുന്ന വാക്കുകളെയെല്ലാം ആ ഒരു ശൈലിയിൽ തന്നെ പ്രയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് കർമ്മം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മം. അല്ലാതെ
അശ്രദ്ധയോടെ ഇത് ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളിൽ യജ്ഞവും ദാനവും തപസ്സും എല്ലാം ശ്രദ്ധയില്ലാതെ ചെയ്തു കഴിഞ്ഞാലും അതിനെ അസത്ത് എന്ന് തന്നെയാണ് പറയുക. ഇനി യജ്ഞവും ദാനവും തപസ്സും എന്നാണ് എന്ന് വേണ്ട, എന്ത് കർമ്മം അശ്രദ്ധയോടെ ചെയ്തു കഴിഞ്ഞാലും അത് അസത്താണ്. അതുകൊണ്ട് ഈ ലോകത്തിലും പരലോകത്തിലും ഒരു പ്രയോജനവും ലഭിക്കാൻ പോകുന്നില്ല. അപ്പം അങ്ങനെ ഒരു കർമ്മം ചെയ്തുകൊണ്ട് അതായത് ശ്രദ്ധയില്ലാതെ നേരത്തെ ശ്രദ്ധേനെ പറ്റി കൊണ്ടാണ് പറഞ്ഞുകൊണ്ട് വന്നത്. ശ്രദ്ധയില്ലാതെ എന്ത് ചെയ്താലും ആർക്കും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല.